ഹലോ, കുക്ക് വിത്ത് റീനി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സൂചി ഗോതമ്പ് റവ വെച്ചിട്ടുള്ള ഉപ്പുമാവാണ്. സൂചി ഗോതമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫൈബർ കണ്ടന്റ് ഒരുപാടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സൂചി ഗോതമ്പ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൂചി ഗോതമ്പ് റവയാണ്. ഗോതമ്പ് നുറുക്ക് പോലെയല്ല ഇത്. ഈ സൂചി ഗോതമ്പ് റവയ്ക്ക് ചെറിയ ചെറിയ തരികളാണ്. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഗോതമ്പ് നുറുക്ക് പോലെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല സൂചി ഗോതമ്പ് റവ. സൂചി ഗോതമ്പ് റവ ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ്, അതായത് 250 ml ഒരു കപ്പ് സൂചി ഗോതമ്പ് റവ. കണ്ടാൽ തന്നെ അറിയാം, ചെറിയ ചെറിയ തരികളാണിതിന്. ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചത്. 1 ടേബിൾ സ്പൂണോളം ഉണ്ട് ഈ ഇഞ്ചി അരിഞ്ഞെടുത്ത് വെച്ചത്. ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. പിന്നെ വേണ്ടുന്നത് 1 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഒരു മീഡിയം ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് മാത്രമല്ല, നമ്മൾ സാധാരണ ഉപ്പുമാവിന് ചേർക്കുന്ന ബാക്കിയുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. കറിവേപ്പില ആവശ്യത്തിന്. പിന്നെ വേണ്ടുന്നത് എണ്ണ, കടുക്, ഉപ്പ്. ഇനി ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ടേസ്റ്റി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണയുടെ കൂടെ കുറച്ച് ഗീയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. സവോളയുടെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയോടൊപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇതിലേക്കിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവോള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇപ്പം ബാക്കി നമ്മൾ ഉപ്പുമാവിനുള്ള വെള്ളം ഒഴിച്ചു കഴിയുമ്പം അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ സവോള, ഇഞ്ചി, പച്ചമുളക് ഇത്രയും നല്ലതുപോലെ വഴന്ന് കിട്ടണം. ഇനി ഈ സവോള എല്ലാം ഒരു 1/4 വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിന് അധികം വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സവോള ഏകദേശം ആയി കഴിയുമ്പോഴത്തേക്കും ചേർത്ത് കൊടുത്താൽ മതിയാവും. ക്യാരറ്റും കൂടെ ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുമാവ് കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആവും. ഇപ്പോൾ ആ ക്യാരറ്റും കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ചിരകി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ തേങ്ങയും ആ സവോളയൊക്കെ ആയിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഞാനിപ്പം ഡബിൾ ദ ക്വാണ്ടിറ്റി വെള്ളമാണ് ചേർക്കുന്നത്. അതായത് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം. ഇനി കുഴഞ്ഞിരിക്കുന്ന പരുവമാണ് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നല്ലപോലെ വിട്ട് കിട്ടുന്ന പരുവത്തിലായിരിക്കും ഉപ്പുമാവ് ഇരിക്കുന്നത്. ഇപ്പോൾ ഡബിൾ ദ ക്വാണ്ടിറ്റി വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതായത് ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളയ്ക്കണം. തിളച്ചതിന് ശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് സൂചി ഗോതമ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ അതെല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം. ഇപ്പം നമ്മൾ വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആ വെള്ളമൊക്കെ ഒരുവിധം പറ്റിയിട്ടുണ്ട്, എന്നാൽ കുറച്ചൊക്കെ ഉണ്ട് താനും. ഇതെല്ലാം ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ മൂടി വെച്ച് ചെറുതീയിൽ കുക്ക് ചെയ്തെടുക്കണം.
ഇപ്പോൾ രണ്ടാമതും മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദാ നമ്മുടെ ഉപ്പുമാവൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ല, നല്ലപോലെ വിട്ട് വിട്ട് കിട്ടുന്ന പരുവം. കുഴഞ്ഞും പോയിട്ടില്ല, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം മുഴുവൻ ഞാൻ മൂടി വെച്ച് കുക്ക് ചെയ്തിരിക്കുന്നത് 10 മിനിറ്റ് മാത്രമാണ്. വളരെ കുറച്ച് സമയം മതി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗോതമ്പ് റവ ഉപ്പുമാവ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വേറെ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.